ഏകദേശം ഒരു 4 മണി ആയപ്പോഴേക്കും സുതപ്പൻ എന്ത് വൈകുന്നേരം കൊടുക്കും എന്നുള്ള ചിന്തയായിട്ട് എനിക്ക്. അപ്പം തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അവിടെ പോയിട്ട് കുറച്ച് അവലൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് കരുതി കേട്ടാ. അവല് നനച്ചത് സുധുവിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം നോക്കിയപ്പോഴാണെങ്കിൽ ഐസ്ക്രീമും പാലും കണ്ടിട്ടാ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, കഴിഞ്ഞ ദിവസം നമ്മൾ മൂലൻസി പോയപ്പോൾ ഒരു ഫലൂദ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ലല്ലാന്ന്. എന്തായാലും അത് തന്നെ ഇന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അവലിനെടുത്ത് മാറ്റി വെച്ചിട്ടാ. അവലിനി എന്തായാലും അടുത്ത ദിവസം ചെയ്യാമെന്ന് കരുതിക്കൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരേ ദിവസം ഒരേ പരീക്ഷണങ്ങളാണല്ലോ, ആ പരീക്ഷണത്തിൻ്റെ ഇര നമ്മുടെ സുതപ്പനാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ദേ ഒരു അരുണിൻ്റെ ഒരു ഡോണറ്റിൻ്റെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ മേടിക്കണം കേട്ടോ. പിസ്തയുടെയാണ് ഡോണറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് ആ ഫലൂദ മിക്സ് ഇടാന്നൊക്കെ ഉള്ള പ്ലാനിൽ അപ്പോഴേക്കും ഒരു ഫോൺ വന്ന് അപ്പുറത്തോട്ട് പോയപ്പോഴേക്കും പാല് തിളച്ച് കുറച്ച് പോയെന്ന്. അങ്ങനെ ദേ അവിടേക്കൊന്ന് ക്ലീൻ ആക്കി പാല് വീണ്ടും എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റാക്കാമെന്ന് കരുതി. ആ സേമിയോ വെന്ത് വരുന്ന സമയം മാത്രം മതി മിക്സ് പൊട്ടിക്കാനായിട്ട്. പറ്റുള്ള കേട്ടോ, കത്രിക കാണാനില്ല. അപ്പോഴേക്കും അവിടെ കൊണ്ട് കത്തിയും കൊണ്ടൊക്കെ ഞാനിങ്ങനെ വലിച്ച് കീറാൻ ശ്രമിക്കണതാണ്. അതുകൊണ്ടാണ് ആ മിക്സ് വരാനായിട്ട് ഇത്തിരി ലേറ്റ് ആയത്. അങ്ങനെ ദേ മിക്സൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ ആ സേമിയോ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സംഭവം റെഡിയാവും. അപ്പോൾ അതേ ഞാനാണെങ്കിൽ ഒത്തിരി ലൂസായിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ, ഒരു കൂട് പാലിലല്ലേ, അപ്പോൾ ഇത്തിരി തിക്കി തന്നെ ഇരുന്നോട്ടെ എന്ന് ഓർത്ത് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാറില്ല. അങ്ങനെ ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയായ സംഭവത്തിന് ഞാൻ ആറാൻ വെച്ചിട്ട് വേഗം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അത് തണുക്കട്ടെ എന്ന് ഓർത്തിട്ട്, അപ്പോഴേക്കും അവൻ വരുമ്പോഴേക്കും സെറ്റ് ആവുമല്ലോ. പിന്നെ ദേ നമ്മുടെ ദോശമാവിൻ്റെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ സുതപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ചോറും തിളപ്പിക്കാൻ വെച്ച് ദേ സുധു വന്നതിന് ശേഷമാണ് വിളക്ക് വെക്കാറ്. അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നാമഞ്ചൊല്ലലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സുധനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിക്കാൻ എന്തെന്നാന്നൊക്കെ ചോദിച്ച ആളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫലൂദ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം ആണെങ്കിൽ നല്ല ഇറ്റാലിയൻ ഡിലൈറ്റിൻ്റെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചിട്ട് കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ 2 ഗ്ലാസ്സിലൊക്കെ ആക്കി. സുതപ്പനാണെങ്കിൽ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് അലങ്കാര പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫലൂദ മിക്സ് ആരെങ്കിലും മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ